ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസവും കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നിഫ്റ്റി നേരിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 8 പോയിൻറ്റിൻ്റെ നഷ്ടത്തോടു കൂടി 24,610 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സെൻസെക്സിലും 1 പോയിൻറ്റിൻ്റെ നേട്ടം മാത്രമാണുള്ളത്. 81,510 സെൻസെക്സ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ 169 പോയിൻ്റ് നേട്ടത്തോടു കൂടി മിഡ് ക്യാപ് നിഫ്റ്റിയിലും സ്മോൾ ക്യാപ്പിലും മുന്നേറ്റം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു അവസരത്തിൽ 24,677 വരെ പോയ നിഫ്റ്റി വീണ്ടും കറക്ഷന് വിധേയമായി. പിന്നീട് അവസാനത്തെ അരമണിക്കൂറിൽ, അതായത് 3 മണിക്ക് ശേഷമാണ് നിഫ്റ്റിയിലൊരു റീബൗണ്ട് കാണാൻ സാധിച്ചത്. അങ്ങനെയാണ് നിഫ്റ്റി 24,550 നിന്നും അവസാനത്തെ 30 മിനിറ്റിൽ 24,610 വരെ റീബൗണ്ട് ചെയ്ത് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 610 മുകളിലുള്ള ക്ലോസിംഗ് ചെറിയ രീതിയിലെങ്കിലും പോസിറ്റീവ്നെസ് നൽകുന്നു. FIIസിൻ്റെ ഡാറ്റ വന്നിരിക്കുന്നത് ഇന്ന്. FIIസും DIIസും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ ബൈയിങ് മോഡിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. 1,285 കോടി രൂപയുടെ ബൈയിങ് ആണ് വിദേശ നിക്ഷേപകർ ഇന്ന് നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര നിക്ഷേപകർ 605 കോടി രൂപയുടെ ഓഹരികളാണ് ഇന്ന് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഏതായാലും US മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ നോക്കുന്ന സമയത്ത് 57 പോയിൻറ്റിൻ്റെ തകർച്ചയോടുകൂടിയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ 15 പോയിൻ്റ് നേട്ടവും UK ലണ്ടൻ മാർക്കറ്റിൽ 41 പോയിൻ്റ് ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡും ഗോൾഡും ഒക്കെ തന്നെ സ്റ്റേബിളാണ്. $2,677 ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ക്രൂഡിന് $71 ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്ക് വരാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നാളെ വരുന്നുണ്ട്, ബുധനാഴ്ച. അതുപോലെ തന്നെ നവംബർ മാസത്തെ PPI ഡാറ്റ, പർച്ചേസിംഗ് പാരിറ്റി ഇൻഡെക്സിൻ്റെ ഡാറ്റ വരാനുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡാറ്റകളൊന്നും തന്നെ നമുക്ക് ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്. CPI നവംബർ മാസത്തെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ നവംബർ മാസത്തെ വരാനുണ്ട്. അത് ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ US ഒരു പ്രധാനപ്പെട്ട ഡാറ്റ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് നിഫ്റ്റിക്ക് നാളെ കിട്ടാനുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് 24,700-നും 750-നും ഇടയിലാണ്. നമ്മൾ ജസ്റ്റ് ഒരു 100-150 പോയിൻറ്റ്സിൻ്റെ എവേയാണ് ഇപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്നുള്ളത്. അതേസമയം നമുക്ക് സപ്പോർട്ട് സോണായിട്ടുള്ളത് 24,500-550 തന്നെയാണ്. അവിടെ ഇന്നും നമുക്കിന്ന് വന്നിരിക്കുന്ന ലോ 24,511. സോ 24,500-550 തന്നെയാണ് മീൻസ് സപ്പോർട്ട് സോണായിട്ടുള്ളത്. 24,450 താഴെ നിഫ്റ്റി ഏതെങ്കിലും തരത്തിൽ നാളെ വരികയാണെങ്കിൽ വീക്ക്നെസ് ദൃശ്യമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ ഇന്നൊരു മുന്നേറ്റമായിരുന്നു. പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എനർജി സ്റ്റോക്കുകളിലാണ് ചെറിയ രീതിയിലുള്ളൊരു സെല്ലിംഗ് നമുക്ക് ദൃശ്യമായത്. ടാറ്റ പവർ, പ്രധാനപ്പെട്ട എനർജി സ്റ്റോക്കുകൾ, NTPC പോലുള്ള പ്രധാനപ്പെട്ട എനർജി സ്റ്റോക്കുകളിൽ നിന്നൊരു ചെറിയ സെല്ലിംഗ് പ്രഷർ കണ്ടു. മാർക്കറ്റ് ഇന്നും ഒരു വലിയൊരു ആക്ടിവിറ്റി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഒരു റേഞ്ച് ബൗണ്ട് തന്നെയായിരുന്നു. 24,500-നും 700-നും ഇടയിൽ തന്നെയായിരുന്നു നിഫ്റ്റി. 200 പോയിൻറ്റിൻ്റെ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് തന്നെയാണെന്ന് കാണിച്ചത്. നാളത്തേക്ക് നിഫ്റ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രിഗറുകൾ വരികയാണെങ്കിൽ മാത്രമാണ് 24,800-ന് മുകളിൽ നിഫ്റ്റി സ്റ്റേബിളായാൽ മാത്രമാണ് അടുത്ത റാലിക്കുള്ളൊരു സാധ്യത കാണുന്നത്. അതേസമയം 24,450-ന് താഴെ ഒരു വീക്ക്നെസ്സും നിഫ്റ്റിയിൽ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക്കും ഇന്ന് സെക്ടർ സ്പെസിഫിക്കുമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ അഡ്വൈസറി സർവീസസിനായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഇന്നത്തെ ന്യൂസുകൾ വരുന്നത്, അതിൽ ആദ്യം നിയുക്ത RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അദ്ദേഹമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടെന്യൂർ എടുത്ത ഒരു 3 വർഷമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഹഡിൽ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 4% എന്ന് പറയുന്ന RBIയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിലേക്ക് ഇൻഫ്ലേഷനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരിത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സൈബർ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളിൽ RBIയുടെ സ്റ്റാൻഡും RBIയുടെ അങ്ങോട്ടുള്ള പോളിസിയും വളരെ നിർണായകമായിരിക്കും. ക്രെഡിറ്റ് റിജീം, അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റത്തെ സ്ട്രോങ് ആക്കുക എന്നുള്ള ചുമതലയും കൂടി അദ്ദേഹത്തിനുണ്ട്. അതിന് പുറമെ ഈ കറൻസി വീക്കായിരിക്കുന്നു. ഇന്ത്യൻ കറൻസി ഇപ്പോൾ ഏറ്റവും വീക്കാണ് ഡോളറിനെതിരെ ഉള്ളത്. അപ്പോൾ അതിൽ എന്താണ് ഇന്ന് RBIയുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ അടുത്ത RBIയുടെ നിലപാടുകൾ എന്നുള്ളത് കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡും വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്.
നാളെ നിഫ്റ്റി നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് 3 പ്രധാനപ്പെട്ട IPOകളാണ് ഓപ്പൺ ആവുന്നത്. ഒന്നാമത്തെ IPO വിശാൽ മെഗാമാർട്ടിൻ്റെ IPO തന്നെയാണ്. വിശാൽ മെഗാമാർട്ടിൻ്റെ IPO ഏകദേശം 8,000 കോടി രൂപയുടെ IPO ആണ്. അതിന് പുറമെ സായി ലൈഫ് സയൻസ് ഏകദേശം 3,000 കോടി രൂപയുടെ IPO, മറ്റൊന്ന് മൊബിക്വിക്കിൻ്റെ IPO ആണ്. ഈ 3 IPOകൾ നാളെ ഓപ്പൺ ആവുന്നു. ഇനി ഈ മാസം ഈ ആഴ്ച തന്നെ അവസാനം ഇൻവെസ്റ്റർ നോളജ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ IPO കൂടി ഓപ്പൺ ആവുന്നുണ്ട്. അതായത് ഏകദേശം നല്ലൊരു എമൗണ്ട് പ്രൈമറി മാർക്കറ്റിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ ഈ ആഴ്ച കാണുന്നു. 1,265-നും 1,329-നും ഇടയിലാണ് ഇൻവെൻച്വർ നോളജിൻ്റെ IPO പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ IGL ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ടുള്ള IGLന് 1:1 ബോണസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് അപ്രൂവ് ആയിരിക്കുന്നു. അതിന് പുറമെ ബർമൻ ഫാമിലി ഓപ്പൺ ഓഫർ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട RBIയുടെ അപ്രൂവൽ വന്നത് റെലിഗിയർ ഓഹരികളിൽ ഇന്ന് മുന്നേറ്റം ദൃശ്യമായിരുന്നു. ഇന്ന് കോഫോർജ് ഒരു അക്കോർഡ് ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് ഒരു സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ഇൻഷുറൻസ് സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ട്. അതും ഇന്ന് ചർച്ചയായിരുന്നു. നവംബർ മാസത്തെ ജപ്പാൻ്റെ PPI ഡാറ്റ ഇന്ന് വരുന്നതും ചർച്ചാ വിഷയമാണ്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് റെലിഗിയർ ഗ്രൂപ്പിൻ്റെ ഷെയറുകളൊക്കെ തന്നെ അപ്സൈഡിലായിരുന്നു. ഇതിൽ RBI നേരത്തെ സൂചിപ്പിച്ചതുപോലെ RBI അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ് ഓപ്പൺ ഓഫർ കൊണ്ടുവരാൻ വേണ്ടി. ഈ ബർമൻ ഫാമിലിയുടെ കയ്യിൽ ഓൾറെഡി 25% സ്റ്റേക്ക് ഈ കമ്പനിയുടെ കയ്യിലുണ്ട്, ഈ കമ്പനിയുടേതായിട്ടുണ്ട്. ഇനി 26% ഓഫർ കൂടിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇതോടുകൂടി കൺട്രോളിംഗ് പവർ ഈ ഒരു ഫാമിലിയുടെ കയ്യിലേക്ക് പോകും. റെലിഗിയർ ഗ്രൂപ്പിൻ്റെ 2018 മുതലാണ് ഈ ഫാമിലി ഈ ഒരു കമ്പനിയിൽ ഓഹരി വാങ്ങി തുടങ്ങിയത്. അപ്പോൾ 25% കഴിഞ്ഞപ്പോഴാണ് ഓപ്പൺ ഓഫറിന് അപ്ലൈ ചെയ്തത്. അത് വന്നിരിക്കുന്നു. സോ മാനേജ്മെൻറ്റിൽ ഇതുവരെ ചേഞ്ചുകളൊന്നും തന്നെ നിഷ്കർഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും IDRAയുടെ ഒക്കെ അപ്രൂവൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സെബിയുടെ അപ്രൂവലാണ് ഇനി പെൻഡിങ് ഉള്ളത്. ഏതായാലും റെലിഗിയർ ഗ്രൂപ്പിന് ബർമൻ ഫാമിലിയുടെ കൺട്രോളിങ് വരുന്നതോടുകൂടി മുന്നേറ്റം ദൃശ്യമാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു റെലിഗിയർ ഗ്രൂപ്പിൽ യാതൊരു തന്നെ അപ്സൈഡ് കോളുകളും നിലവിലില്ല. അതിനു പുറമെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ IT ഓഹരികളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം കണ്ടിരുന്നു. ഇന്ന് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത ഓഹരികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അതുപോലെ തന്നെ ITI ലിമിറ്റഡ്, ലോയിഡ് മെറ്റൽസ്, EID പാരി പോലുള്ള കമ്പനികൾ അവരുടെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്നതായിട്ട് കണ്ടു. അതേസമയം ഇന്ന് അതിൻ്റെ 52 വീക്സ് ഹൈ ചെയ്തു. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ്സ് മാനേജ്മെൻറ്റ് കമ്പനി ഇന്ന് അതിൻ്റെ 813 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നവംബർ മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ പുറത്തേക്ക് വന്നത് വളരെ അത്ഭുതാവഹമാണ്. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് SIP ഫിഗർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന എമൗണ്ടിന് 25,000 കോടിക്ക് മുകളിലാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് 25,320 കോടി രൂപയാണ് SIP രൂപത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നവംബർ മാസം വന്നത്. ഇത് കഴിഞ്ഞ 8 മാസമായിട്ട് SIP ഫിഗർ 20,000-ന് മുകളിൽ തുടരുകയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അതാണ് ഈ മാർക്കറ്റ് ഇത്രയും FIIs വിറ്റപ്പോഴും നമ്മുടെ ശക്തമായിട്ടുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കൂട്ടിയത് SIP രൂപത്തിൽ മാർക്കറ്റിലേക്ക് വന്ന പണമാണ്. മിഡ് ക്യാപ്പിലാണ് 4% വർധനവ്, സ്മോൾ ക്യാപ്പിൽ 9%. അതായത് കൂടുതലും ഓഹരികൾ ഫണ്ടുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിലാണ് എന്നുള്ളത് ഡാറ്റകൾ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നു. അതേസമയം ലാർജ് ക്യാപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 2%-ലധികം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഏകദേശം 68.08 ലക്ഷം കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു നവംബറിൽ. നെറ്റ് ഇൻഫ്ലോ, അതായത് മ്യൂച്വൽ ഫണ്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു മാസം കുറേ ഫണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ടാവും. നെറ്റ് ഇനത്തിൽ, അതായത് ഫലത്തിൽ 60,295 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നവംബർ മാസം നടന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും SIP ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ SIPയോടുള്ള മ്യൂച്വൽ ഫണ്ടിനോടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രണയം വളരെ കൂടിയിരിക്കുന്നു. അത് വളരെ ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിലാണ് ഈ ഒരു പ്രിയം കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളിലും ഓഹരികളിലും സെലക്റ്റീവായിട്ടുള്ള ഫണ്ട് ബൈയിങ് നടക്കുന്ന ഓഹരികളിലും ഇപ്പോഴും ബൈയിങ് ദൃശ്യമാണ്. കഴിഞ്ഞ ഈ മാസത്തെ ഡാറ്റ നോക്കുമ്പോൾ നവംബറിൽ മിഡ് ക്യാപ്പിൽ മാത്രമായിട്ട് 4,883 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അതേസമയം സ്മോൾ ക്യാപ്പിൽ 4,111 കോടി രൂപയുടെയും ലാർജ് ക്യാപ്പിൽ 2,548 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് നവംബർ മാസം വന്നിരിക്കുന്നത്.
അതേസമയം ഒക്ടോബർ മാസത്തിൽ ലാർജ് ക്യാപ്പിൽ വന്നിരിക്കുന്നത് വെറും 3452 കോടി രൂപയായിരുന്നു. അതാണ് കുറഞ്ഞിപ്പോൾ 2548 കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അവരുടെ ബൈയിങ് ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കമ്പനികൾ, അതായത് നിപ്പോൺ ഇന്ത്യ ലൈഫ് അസറ്റ്സ്, UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, HDFC AMC ഇങ്ങനെയുള്ള കമ്പനികളിൽ വരുന്ന ദിവസങ്ങളിലും ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇൻട്രസ്റ്റ് കൂടി വരിക എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട AMC കമ്പനികൾ, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ ഒരു ബൈങ് ദൃശ്യമാകാൻ സാധ്യതയുണ്ട്. UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അതുപോലെ തന്നെ നിപ്പോൺ അസറ്റ്സ് ഒക്കെ തന്നെ ഫോക്കസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഓഹരികളാണ്. അതേസമയം സ്വിഗ്ഗി ലിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളതിനെ റിജക്റ്റ് ചെയ്തൊരു ഓഹരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വിഗ്ഗിയെ പറയാൻ കാരണം ഏകദേശം 4ഓളം ബ്രോക്കിംഗ് ഫേമുകളുടെ ഒരു റിപ്പോർട്ടുകളാണ് ഒരേ സമയം സ്വിഗ്ഗിയുടെ മുകളിൽ വന്നിരിക്കുന്നത്. സ്വിഗ്ഗി ഇപ്പോൾ ഏകദേശം 540 രൂപ നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. CLSA, HSBC, മെക്വാരി പോലുള്ള കമ്പനികളാണ് ഇന്ന് സ്വിഗ്ഗിയുടെ മുകളിൽ റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ CLSA ആണ് ഏറ്റവും ഉയർന്ന ടാർഗറ്റ് സ്വിഗ്ഗിക്ക് കൊടുത്തിരിക്കുന്നത്. ഔട്ട് പെർഫോമൻസ് ടാർഗറ്റിൽ 708 രൂപയാണ് സ്വിഗ്ഗിക്ക് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ HSBC 550 രൂപയും മെക്വാരി 325, അതായത് അണ്ടർ പെർഫോമിംഗ് ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. 325 രൂപയാണ് മെക്വാരി കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. ഇത് ഇവർ പറയാൻ കാരണമായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇന്ത്യയുടെ ഇന്നോവേറ്റീവ് കമ്പനിയാണ് സ്വിഗ്ഗി എന്ന് പറയുന്നത്. സൊമാറ്റോയ്ക്ക് മുന്നേ വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ സൊമാറ്റോ ഓവർടേക്ക് ചെയ്തു പോയതാണ് ഫുഡ് ഡെലിവറി സിസ്റ്റത്തിൽ. പക്ഷേ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് സൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ രണ്ട് കമ്പനികൾക്ക് മുന്നിലുള്ളത്. സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും ലിമിറ്റഡ് പ്ലെയേഴ്സ് മാത്രമുള്ള ഒരു സെഗ്മെൻറ്റാണിത്. ഇതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്വിഗ്ഗി സൊമാറ്റോയെ കടത്തിവിട്ടു എന്ന് ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിലും പറയുന്നില്ല. പക്ഷേ സൊമാറ്റോയുടെ മാർക്കറ്റ് ഷെയറും വരുന്നു, അതേപോലെ തന്നെ സ്വിഗ്ഗിയുടെ മാർക്കറ്റ് ഷെയറും വളരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അനുപാതത്തിൽ നോക്കുമ്പോൾ സ്വിഗ്ഗിക്ക് മാർക്കറ്റ് ഷെയറിൻ്റെ അനുപാതത്തിൽ നോക്കുമ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതായത് അവരുടെ സൈസും മാർക്കറ്റ് റവന്യൂവും ഗ്രോത്തും ഒക്കെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുവഴി സ്വിഗ്ഗിക്ക് നേട്ടം ഉണ്ടാകുമെന്നാണ് ഈ റിസർച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപുറമെ ഇവരുടെ FY 24-27 24 മുതൽ 27 വരെ സാമ്പത്തിക വർഷം നോക്കുന്ന സമയത്ത് ഇവരുടെ ക്വിക്ക് കൊമേഴ്സിൽ 6 ഇരട്ടിയുടെ വർധനവുണ്ടാകും സെയിൽസിൽ എന്നാണ് പറയുന്നത്. റവന്യൂ ഗ്രോത്ത് 6 ഇരട്ടിയായിരിക്കും. ഗ്രോസ് ഓർഡർ വാല്യൂവിൽ 43% വർധനവുണ്ടാകും. സെയിൽസിൽ 32% വർധനവുണ്ടാകും എന്നൊക്കെയാണ് റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും 4ഓളം കമ്പനികൾ, ഏകദേശം 3ഓളം കമ്പനികൾ കവറേജ് ആരംഭിച്ചിരിക്കുന്നു. ഒരു കമ്പനി മെക്വാരി മാത്രമാണ് അണ്ടർ പെർഫോമിംഗ് റേറ്റ് കൊടുത്ത് സ്വിഗ്ഗിയെ റേറ്റ് ചെയ്തിരിക്കുന്നത്. 325 രൂപ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നു. അതേസമയം ഇന്ന് വന്നിരിക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ അവസാന സമയങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത PNBയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു. PNBയുടെ ഒരു മെഹുൽ ചോസ്കി കേസിൽ അദ്ദേഹം പ്ലെഡ്ജ് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്നും കടന്നു കളഞ്ഞ ചോസ്കി കേസിൽ പ്ലെഡ്ജായി വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കാനുള്ള അധികാരം PNBക്ക് കൊടുത്തിരിക്കുന്നു. ED അധികാരം കൊടുത്തിരിക്കുന്നു. 2566 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടിയാണ് വിൽക്കുന്നത്. ഇതുവഴി PNB പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ് കൂടുതൽ നേട്ടമുണ്ടാവുക എന്നുള്ളതാണ് വന്നിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ന് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അതായത് ബംഗ്ലാദേശിൽ നമുക്കറിയാം ആഭ്യന്തര കലാപം രൂക്ഷമാണ്. ബംഗ്ലാദേശ് ഒരു നമ്പർ 1 അല്ലെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ടർ കൂടിയാണ് മറ്റു രാജ്യങ്ങളിലേക്കുള്ളത്. അത് അവിടെ കുറഞ്ഞിരിക്കുന്നു. ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്നു. ആഭ്യന്തര കലാപങ്ങൾ കാരണം ബംഗ്ലാദേശ്, വിയറ്റ്നാം രാജ്യങ്ങൾക്കുള്ള ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ 50% കുറഞ്ഞിരിക്കുന്നു. അതേസമയം US, UK, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ഓർഡറുകൾ ചെറിയ തരത്തിലെങ്കിലും അവിടെ ബംഗ്ലാദേശിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡറിൻ്റെ ഒരു 10 മുതൽ 15% ഇന്ത്യയിലേക്ക് ഡൈവേർട്ട് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ ടെക്സ്റ്റൈൽ സെൻറ്റേഴ്സ് ആയിട്ടുള്ള സൂറത്ത്, തിരുപ്പൂര്, അതുപോലെ തന്നെ ലുധിയാന പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇതിൻ്റെ ഓർഡറുകൾ ഡൈവേർട്ട് ചെയ്ത് വരുന്നത്. ഇതുവഴി ഇന്ത്യൻ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 10 ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ അതിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റം കൂടി വരുന്നതോടുകൂടി ഇന്ത്യയുടെ ഗ്ലോബൽ പ്രസൻസ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൽ കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. UK-യിലും US-ലും അപ്പാരൽ സൈസിൽ ഏകദേശം 6 മുതൽ 7% വരെ വർധനവ് എക്സ്പോർട്ടിൽ കാണിക്കാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. അതേസമയം കോട്ടൺ, യാൺ അതിൻ്റെയൊക്കെ മാർജിൻ കൂടാൻ സാധ്യതയുണ്ട്. സ്റ്റോക്സ് പ്രൈസുകൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഈ കോട്ടൺ ഈ ടെക്സ്റ്റൈൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല ദീപാവലി പിക്കായിരുന്നു. അതായത് സ്വിംഗി സ്കീമിൽ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ഹോഴ്സ് പിക്ക് ഉണ്ടായിരുന്നു. അതിൽ വെൽസ്പൺ ലിവിങ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്ത് നമ്മളൊരു 140, 135, 140 റേഞ്ചിലായിരുന്നു നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 170 മുകളിലേക്ക് വന്നിട്ടുണ്ട്. വെൽസ്പൺ ലിവിങ് ഇന്ത്യയിൽ നിന്നും US-ലേക്ക് ഏറ്റവും കൂടുതൽ ടവൽ കയറ്റുമതി ചെയ്യുന്ന, പ്രീമിയം ടവൽസ് കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനിയാണ്.
അവിടുത്തെ വലിയ രീതിയിലുള്ള സെയിൽസ് മാർക്കറ്റ് ക്യാപ് ഷെയർ ഉള്ള ഒരു കമ്പനി കൂടിയാണ് വെൽസ്പൻസ് ലിവിങ്. ഈ വെൽസ്പൻസ് ലിവിങ് ഇപ്പോൾ 170, 75, 20 നിലവാരത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഈ കമ്പനിക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ കിട്ടുന്ന ഓർഡറിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 200, 210 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് വെൽസ്പൻ ലിവിങ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, ഗോകുൽദാസ് എക്സ്പോർട്സ്, KPR മിൽസ്, CRM സിൽക്സ്. നമ്മുടെ CRM സിൽക്സ് പലപ്പോഴായിട്ട് സ്വിംഗീസ് കിങ്ങിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കായിരുന്നു. നല്ല രീതിയിൽ 550, 560 നിലവാരത്തിൽ നിന്ന് ഏകദേശം ഇപ്പോൾ 800 നിലവാരത്തിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദീപാവലിക്ക് ശേഷം നമ്മൾ സജസ്റ്റ് ചെയ്ത ഓഹരി നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെൽസ്പൻ ലൈഫ്, റെയ്മണ്ട്സിലും നല്ല രീതിയിലുള്ള അംബിക കോട്ടൺ, ഗ്രീവ്സ് കോട്ടൺ, ഇങ്ങനെയുള്ള ഹിമ്മത് സിംഗ സീഡ്, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിൽ ഹിമ്മത് സിംഗ സീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള റിട്ടേൺ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ട്രെൻഡുകൾ നമുക്ക് ഏർലി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബഡ്ജറ്റിൻ്റെ സമയം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം ബഡ്ജറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തു ടെക്സ്റ്റൈൽ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. ടെക്സ്റ്റൈൽ സെക്ടറിൽ വരുന്ന ദിവസങ്ങളിൽ എക്സ്പോർട്ട് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പനികളിലും ഉണ്ടെന്നല്ല, നിതിൻ സ്പിന്നേഴ്സ് പോലുള്ള കമ്പനികൾ, അത് എല്ലാ സ്റ്റോക്കുകളും റെക്കമെൻഡ് ചെയ്യുകയല്ല, പക്ഷേ കൃത്യമായിട്ടുള്ള വാല്യൂഷൻ വൈസൊക്കെ കറക്റ്റായിട്ട് വരുന്ന സ്റ്റോക്കുകളിലും അതിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകളിലും മാത്രമാണ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനുമൊക്കെ ആയിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ടർ, ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് സെക്ടർ നമ്മൾ നോക്കേണ്ടതാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളത്. പിന്നെ കോഫിയുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ കോഫിയുടെ പ്രൈസിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം വന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ കോഫി എക്സ്പോർട്ടായിട്ടുള്ള CCL പ്രൊഡക്ട്സ് ഇന്ന് ഓൾറെഡി മൂവ് നടത്തിയിട്ടുണ്ട്. CCL പ്രൊഡക്ട്സ്, ടാറ്റ കൺസ്യൂമർ, ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ തന്നെ കോഫി പ്രൊഡ്യൂസിങ് കമ്പനികളിൽ മുന്നേറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. അതും ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി റൺ ചെയ്ത സ്റ്റോക്കുകളിൽ മാർക്കറ്റിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് എൻട്രി പോയിന്റുകൾ നോക്കി എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും കോഫി പ്രൈസുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കോഫി കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. അതുപോലെ ഇന്ന് നല്ലൊരു വാർത്ത വന്നിരുന്നത് ഒരു സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള സെലിഗോർ ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ CELLECOR ഇപ്പോൾ 55 രൂപ നിലവാരത്തിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. സെലിഗോർ ഗാഡ്ജറ്റ്സ് വന്നിരിക്കുന്നത് TCI എക്സ്പ്രസ്സും DTDC എക്സ്പ്രസ്, അതുപോലെ തന്നെ ഓം ലോജിസ്റ്റിക്സ്, എക്സ്പ്രസ് റോഡ്വേസ്, ഇവരുമായിട്ടൊക്കെ തന്നെ അവരുടെ സപ്ലൈ ചെയിൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടൈപ്പിലെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇത് TCI എക്സ്പ്രസ്സിന് മാത്രം ഏകദേശം 40,000-ലധികം ലൊക്കേഷനിൽ ഡെലിവറി സെൻറ്റേഴ്സ് ഉണ്ട്. 28ഓളം സോർട്ടിംഗ് സെൻറ്റേഴ്സ്, GPS എനേബിൾഡ് വെഹിക്കിൾസ്, അതുപോലെ തന്നെ 3,500ഓളം സ്റ്റാഫും ഒക്കെയുള്ള ഒരു കമ്പനിയാണ്. DTDCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും 16,000-ലധികം പാർട്ട്നേഴ്സ് ഉണ്ട്. ഓപ്പറേഷൻസ് 14,300ഓളം പിൻകോഡിൽ ഇവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. 170 മില്യൺ പാർസൽസ് ഇയർലി ഓർഡർ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഏകദേശം 70 രാജ്യങ്ങളിലേക്ക് പ്രസൻസ് ഉണ്ട്. അപ്പം സെലിഗോർ ഗാഡ്ജറ്റ്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ്മെൻറ്റ് നാളെ ചിലപ്പോൾ മുന്നേറ്റം രേഖപ്പെടുത്താനുള്ള കാരണമുണ്ടാവും. സോ സെലിഗോർ ഗാഡ്ജറ്റ്സിനെ നാളത്തെ ഒന്ന് വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക, നോക്കുക ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഇഫക്റ്റ് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകൾക്ക് മുമ്പ് ഒരു സ്വിംഗ് ബേസിൽ പറഞ്ഞിരുന്ന ഓഹരിയായിരുന്നു ചോളമണ്ഡലം ഫിനാൻസ്. ചോളമണ്ഡലം ഫിനാൻസ് ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് വരികയാണ്. 1340 മുകളിലേക്ക് ഇന്ന് ചോള ഫിനാൻസ് വരികയുണ്ടായി. നമ്മൾ ഏകദേശം സംസാരിച്ചത് 1270-80 റേഞ്ചുകളിലായിരുന്നു. ഇന്ന് അത് 1340 വരെ ഏകദേശം ചോള ഫിനാൻസ് വരികയാണ്. മുത്തൂറ്റ്, അതുപോലെ തന്നെ ഈ ഗോൾഡ് ഫിനാൻസ് കമ്പനികളൊക്കെ തന്നെ ഇന്ന് ലൈം ലൈറ്റിലായിരുന്നു. എനിവേ, നമ്മുടെ കൂടുതൽ റിസർച്ചുകൾക്കും അപ്ഡേറ്റ്സുകൾക്കും ഒക്കെ തന്നെയായിട്ട് നമ്മുടെ ചാനലുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 2 ചാനലുകളാണുള്ളത്. ഒന്ന് ഞാൻ തന്നെ നേരിട്ട് ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ ചാനലായിട്ടുള്ള സ്വിംഗീസ് കിങ്, അതുപോലെ തന്നെ ഞങ്ങളുടെ SEBI രജിസ്റ്റേർഡ് ഫേമായിട്ടുള്ള മാർക്കറ്റ് മാഗ്നറ്റ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് 2ൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ കേട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും കാരണങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരായിട്ട് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അവസാനമായിട്ട് നാളെയും മാർക്കറ്റ് ഒരു അപ്സൈഡിന് വേണ്ടിയിട്ട് ഇതേപോലെ റേഞ്ച് ബൗണ്ട് ഉണ്ടാകുമെന്ന് പറയണമെങ്കിൽ 24,800 മുകളിൽ നിഫ്റ്റി സ്റ്റേബിളായിരിക്കണം. 24,500 ലോവർ ലെവൽ സപ്പോർട്ട്. 24,450 താഴെ നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്ക്നെസ് മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ട്രെൻഡ്. ഗ്ലോബൽ ട്രെൻഡുകളൊന്നും തന്നെ ഇപ്പോൾ നെഗറ്റീവായിട്ടില്ല. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നാളെയും നമുക്കുണ്ടാകും. ശ്യാം മെറ്റാലിക്സ് ഒക്കെ നവംബർ സെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, ഓൾറെഡി 15 മിനിറ്റിന് മുകളിൽ പോയിരിക്കുന്നു. സോ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു ട്രേഡിംഗ് ദിവസം നാളെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.